CPM നേതാവ് KJ ഷൈനെതിരായ അധിക്ഷേപ പരാമർശ കേസിൽ രണ്ടാം പ്രതി KM ഷാജഹാന്റെ മെമ്മറി കാർഡ് പിടിച്ചെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പേര് പരാമർശിച്ചിട്ടില്ലെന്നാണ് ഷാജഹാന്റെ മൊഴി. കേസിൽ ഒന്നാം പ്രതിയായ CK ഗോപാലകൃഷ്ണന്റെ ഹർജിയെ എതിർത്ത് ഇന്ന് കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് കൊടുക്കും. 24 ബ്രേക്കിംഗ് വാർത്തയുമായി ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ വരുന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? KM ഷാജഹാന് കുരുക്ക് മുറുകുകയാണോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും KM ഷാജഹാനെ കുരുക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഏകദേശം ഒരു 6 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. ആ ചോദ്യം ചെയ്യലിന് KM ഷാജഹാൻ അദ്ദേഹം വീഡിയോ ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മെമ്മറി കാർഡ് ഹാജരാക്കിയിരുന്നു. ഈ മെമ്മറി കാർഡാണ് ചോദ്യം ചെയ്തതിനു ശേഷം അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്ന മെമ്മറി കാർഡ് അത് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് വിശദമായ പരിശോധനയ്ക്ക്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കും. അതിനുശേഷമായിരിക്കും KM ഷാജഹാനെ വീണ്ടും വിളിപ്പിക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നലെ നോട്ടീസ് നൽകി വിളിപ്പിച്ചതുകൊണ്ടാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരുന്നത്. എന്നാൽ ഇനി വിളിപ്പിക്കുന്ന സാഹചര്യത്തിൽ അത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് തീരുമാനം എന്ന രീതിയിലാണ് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളും ഇതിനോടകം തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതിനോടകം തന്നെ നിരവധി ആളുകളെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ആ വിവരങ്ങൾ കൂടി ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകുക. പക്ഷേ ഈ പിടിച്ചെടുക്കുന്ന മൊബൈൽ ഫോണുകൾ, അത് ചോദ്യം ചെയ്തതിനനുസരിച്ച് കൂടുതൽ ആളുകളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്നുണ്ട്. ആ മൊബൈൽ ഫോണുകളും ഈ KM ഷാജഹാനിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന മെമ്മറി കാർഡുമാണ് കോടതിയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതും കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ കടക്കും. മറ്റൊരു കാര്യം, അത് CK ഗോപാലകൃഷ്ണൻ, കേസിലെ ഒന്നാം പ്രതിയാണ് CK ഗോപാലകൃഷ്ണൻ. ഈ കേസെടുത്തിരിക്കുന്ന ആദ്യഘട്ടത്തിൽ ഒളിവിൽ പോയ വ്യക്തിയുമാണ്. പിന്നീടാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ നിൽക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയ സമയത്താണ് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ സമർപ്പിക്കുന്നത്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയും എത്തിയിരിക്കുന്നത്. ഇന്നലെ ആ കോടതി പരിഗണിക്കുന്ന സമയത്ത് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ചുള്ള റിപ്പോർട്ട്, അത് ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേസിലെ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ. അത് അന്വേഷണത്തെ ബാധിക്കും എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതിനെല്ലാം ശേഷം, ഈ കോടതി പറഞ്ഞിരിക്കുന്ന നിലപാടുകൾക്കെല്ലാം ശേഷമായിരിക്കും ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാക്കുക. മറ്റൊരു കാര്യം, മൂന്നാം പ്രതി യാസറാണ്. യാസർ നിലവിൽ വിദേശത്താണുള്ളത്. ഇന്നലെ ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ അവർ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. വിദേശത്താണെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതുവരെ യാസർ പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ഒരു നോട്ടീസ് കൂടി യാസറിന് നൽകും. വീണ്ടും ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് ആയിരിക്കും അന്വേഷണ സംഘം നൽകുന്നത്. ആ സമയത്തും അന്വേഷണവുമായി സഹകരിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ യാസറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്, അത് വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ലുക്കൌട്ട് നോട്ടീസിനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.